ശ്രീ സജി നന്ദ്യാട്ട്, ഇവിടെ ഒരു റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനും ഒരു ക്രിമിനൽ അഭിഭാഷകനും രണ്ടുപേരും ഇതുവരെ സംസാരിച്ചു. അവർ രണ്ടുപേരും പറയുന്നത് ഈ കേസ് ഇപ്പോൾ കൂടുതൽ സങ്കീർണമായിരിക്കുന്നു. ഈ കേസ് ഇന്നലത്തെ അവസ്ഥയിലല്ല ഇന്ന് നിൽക്കുന്നത്. ഷൈൻ ടോം ചാക്കോയുടെ കേസ് ഈ ഒരൊറ്റ കേസായി ഒതുങ്ങാൻ സാധ്യതയില്ല. അത് കൂടുതൽ ആളുകളിലേക്കുള്ള അന്വേഷണമായി മാറാൻ പോകുന്നു എന്നതാണ്. സ്വാഭാവികമായും അത് സിനിമാ മേഖലയെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്ന ഒന്നായി മാറാൻ പോകുന്നു. കാരണം ഇതിലെ ഇടനിലക്കാർ, ഇതിലെ ലഹരി വ്യാപാരികൾ, എത്തിച്ചു കൊടുക്കുന്ന ഇടനിലക്കാർ, ഇതൊക്കെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ തന്നെയാകാം എന്നതിന്റെ സൂചന ഷൈൻ ടോം ചാക്കോയുടെ മൊഴിയിലുണ്ട്. നിർമ്മാതാക്കൾ, താങ്കൾ അടക്കമുള്ളവർ, ഈ സംഘടന പൂർണ്ണമായും ലൊക്കേഷനുകളിൽ കർശനമായ റെയ്ഡും പരിശോധനയും വേണം എന്നാവശ്യപ്പെടാൻ ഒരുക്കമാണ്. അല്ല ഗോപികൃഷ്ണനെ, അത് എന്നെ ഞങ്ങളുടെ പ്രൊഡ്യൂസർ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി രാകേഷും ഞങ്ങളുടെ സംഘടനകളും ഒക്കെ ഗവൺമെൻറ്റിനോടും പോലീസ് ഉദ്യോഗസ്ഥരോടും എക്സൈസ് കമ്മീഷണറോടും ആവശ്യപ്പെട്ട് കഴിഞ്ഞതാണ്. അപ്പോൾ ഇത് വനരോധനമായി മാറാതിരിക്കട്ടെ. ഇവിടെ ഒരു ഷൈൻ ടോം ചാക്കോയ്ക്കോ മറ്റ് പലർക്കും വേണ്ടി മാത്രമല്ലായിരിക്കും ഈ കണ്ണികൾ പ്രവർത്തിച്ചിരിക്കുക. സിനിമാക്കാർക്ക് മാത്രമായിരിക്കില്ല, അത് മനസ്സിലാക്കണം. ഇത് സിനിമാക്കാർക്ക് മാത്രമാണ് ഡ്രഗ് എത്തിക്കുന്നതാണോ നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നത്? കേരളത്തിൽ ഈ പഞ്ചാബിലെ ടോട്ടൽ കേസ് എടുത്താൽ എറണാകുളത്ത് ഏറ്റവും കൂടുതൽ ഈ ഡ്രഗ് ഒഴുകുന്ന നഗരമായി മാറിയിട്ടുണ്ട്. സിനിമാക്കാർ മാത്രമല്ല. ഞാനിതിനെ ഒരു സിനിമാ സംഘടനകളുടെ ഭാഗമായി അല്ല സംസാരിക്കുന്നത്. ഒരു സാമൂഹ്യ പശ്ചാത്തലം ഇതിന് പറയുന്നുണ്ട്. ഒരു ഷൈൻ ടോം ചാക്കോ മാത്രമല്ല സിനിമയിലുള്ളത്, അല്ലെങ്കിൽ സിനിമയിലുള്ളവർക്ക് മാത്രമല്ല ഇങ്ങനെയുള്ള ഡ്രഗ് അഡിക്ഷൻ ഉള്ളത്. നമ്മൾ ഉദ്ദേശിക്കുന്ന അപ്പുറമായി കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ കേസ് കൊക്കൈൻ്റെ ഷൈൻ ടോം ചാക്കോടെയാണ്. അവിടെ നമുക്ക് ശാസ്ത്രീയമായി പല പരിശോധനകളിൽ ലാപ്സ് മൂലം ഷൈൻ ടോം ചാക്കോ വെറുതെ പോകുന്ന ഒരവസ്ഥ വന്നു. ഇവിടെ ഇപ്പോൾ പറയുന്നു ഷൈൻ ടോം ചാക്കോക്ക് 27-29 വകുപ്പിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സ്റ്റേഷൻ ജാമ്യം അവിടെ സാധ്യമാണ്. പക്ഷേ അതിൽ കോമ ഇട്ടുകൊണ്ടാണ് പോലീസ് ബുദ്ധിപൂർവ്വം ചെയ്തതെങ്കിൽ കേരളത്തിൻ്റെ പോലീസ് ഇച്ഛാശക്തിയുള്ള പോലീസാണ്. അവർ തിരുവിച്ചാൽ ഇതിൻ്റെ അറ്റം വരെ കണ്ട് ചെയിനായി എല്ലാവരെയും വെളിയിൽ കൊണ്ടുവരാൻ പറ്റും. അത് സിനിമാ മേഖലയിൽ മാത്രമല്ല, നമ്മുടെ സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ ഇതിന് വ്യാപനമുണ്ട്. അതിൻ്റെ എല്ലാ ഒറിജിൻ സോഴ്സ് കണ്ടെത്തി അത് കട്ട് ചെയ്ത് ഈ ഷൈൻ ടോം ചാക്കോയുടെ തന്നെ ഫോൺ ഒരെണ്ണമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. 3 ഫോണോളം അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. ആ 3 ഫോണിലും ശാസ്ത്രീയമായ പരിശോധനകളിലൂടെ ഒരക്കൗണ്ടിൽ മാത്രമല്ലായിരിക്കും, 100 അക്കൗണ്ടിൽ. കാരണം അദ്ദേഹം ഇത് ഉപയോഗിക്കുന്ന ആളാണ് എന്ന് നമുക്കറിയാം. ഹൈബ്രിഡ് കഞ്ചാവിനേക്കാൾ അപ്പുറം വളരെ മാരകമായിട്ടുള്ള ഡ്രഗ്സുകൾ ഉപയോഗിക്കുന്നവരായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. അത് നമുക്ക് സ്വാഭാവികമായും മനസ്സിലായിട്ടുണ്ട്. അതിന് പ്രത്യേകിച്ച് തെളിവൊന്നും വേണ്ട. പക്ഷേ നമ്മുടെ നിയമവ്യവസ്ഥയിൽ തൊണ്ടി മുതൽ വേണം. ഇപ്പോൾ ഷൈൻ ടോം ചാക്കോ എന്തിന് പോലീസിനെ കണ്ടപ്പോൾ ഓടിയെന്ന് നമ്മൾ ചോദിക്കുന്നത്? മറയ്ക്കാനുണ്ട്. അവരവിടെ പഴുതുകൾ ഉപയോഗിക്കുകയാണ്. ഞങ്ങൾ പോലീസിനെ കണ്ട് ഓടിയത് അപരിചിതരാണ്, ഗുണ്ടകളുണ്ട്, സിനിമയിൽ ശത്രുക്കളുണ്ട്. അത് വെറുതെ അവർ പറയുന്നതാണ്. പക്ഷേ അതിനകത്ത് തൊണ്ടി മുതൽ മറച്ചു. അത് മറച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഓടിയാൽ, അപ്പോൾ ജയന് ശേഷം മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ സാഹസികനായ ഒരു ആക്ടറാണോ? അല്ലല്ലോ. 2ാം നിലയിൽ നിന്നും 1ാം നിലയിൽ നിന്നും സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടുകയാണ്. അത്രമാത്രം റിസ്ക് എടുത്ത് ചാടണമെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കിയേ, എന്തോ അവിടെ ചീഞ്ഞ് നാറിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും അദ്ദേഹം തൽക്കാലം രക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷേ പോലീസ് നിരൂപിച്ചാൽ ഈ 3 ഫോണുകളും ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടാൽ, പല കണ്ണികളും കൂട്ടിയിണക്കിയാൽ വലിയൊരു റാക്കറ്റ് ഇവിടെ പിടിക്കപ്പെടുമെന്ന കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷെ അതിന് ഇച്ഛാശക്തി വേണം. അതിന് ഇച്ഛാശക്തി പോലീസ് കാണിച്ചാൽ ഇത് ഓൾറെഡി നമുക്കൊരു തുമ്പ് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. സിനിമാ മേഖലയെ മാത്രമായി നമ്മൾ ഇതിനെ ചെറുതാക്കി കാണണ്ട, മറിച്ച് വ്യാപകമായി ഇത് അവസാനിപ്പിക്കുമ്പോൾ ഈ സിനിമാ മേഖലയോടൊപ്പം തന്നെ സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ നന്മയുടെ പ്രകാശം ഇവിടെ ഉണ്ടാകും. നമ്മളിവിടെ ആർക്കും എതിരായി സംസാരിക്കില്ല, ആരെയെങ്കിലും തള്ളിക്കളയാനോ നശിപ്പിക്കാനോ അല്ല സംസാരിക്കുന്നത്. ഒരു പൊതു നന്മയ്ക്കായിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മുടെ പൊതു ഇടങ്ങൾ ക്യാൻസർ പോലെ വ്യാപിച്ച ഈ പറഞ്ഞ വ്യാപനം ഇപ്പോൾ നമുക്കറിയാം. കേരളത്തിൽ ഏറ്റവും അധികം ഗവൺമെൻറ് ഉൾപ്പെടെ പ്രതിപക്ഷം ഉൾപ്പെടെ മുഴുവൻ ജനങ്ങളും മുഴുവൻ സന്നദ്ധ സംഘടനകളും സജീവമായി ഇടപെടുന്ന ഒരു വേദിയായി മാറിയിരിക്കുകയാണ്. ഡ്രഗ് ഇല്ലാത്തൊരു കേരളത്തെയാണ് എല്ലാവരും വിഭാവനം ചെയ്യുമ്പോൾ, പൊതുസമൂഹം വളരെ വിജയനായി നിൽക്കുമ്പോൾ, നമുക്ക് ഒരുമിച്ച് ഈ കാര്യത്തിൽ പങ്കാളികളാകുമ്പോൾ ഇതൊരു തുടക്കമായി മാറണം. തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കണം.
ഈ മേഖലയും ശുദ്ധീകരിക്കപ്പെടുന്ന പോലെ തന്നെ മറ്റു മേഖലകളും ശുദ്ധീകരിക്കാനുള്ള ഒരു തുടക്കമായി ഇത് എടുക്കണമെന്നുള്ളതാണ്. ഷൈൻ ടോം ചാക്കോയെ ഇവിടെ നമ്മൾ വെറുതെ വിടാൻ പാടില്ല. ഫോളോ അപ്പ് നടത്തണം, നിരീക്ഷിക്കണം. ഇത് കൃത്യമായി എന്തായാലും നമുക്കറിയാം. ഷൈൻ ടോം ചാക്കോ എന്ന് പറഞ്ഞ ആള് ഇത് ഉപയോഗിക്കുന്ന ആളാണ്. ഇത് മാത്രമല്ല, മലയാള സിനിമയിൽ 3-4 നല്ല ആർട്ടിസ്റ്റുകളുണ്ട്, ചെറുപ്പക്കാർ. ഞാൻ പറഞ്ഞല്ലോ, ഈ അപ്കമിങ് ഈ അടുത്ത നാൾ വന്നിട്ടുള്ളവരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. നല്ല രീതിയിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിന് സംഘടനകൾക്ക് മാത്രമാണ് ഉത്തരവാദിത്വം എന്ന് പറഞ്ഞിട്ട് പൊതുസമൂഹം, ചാനലുകാരും മാധ്യമങ്ങളും കൈ കഴിയിട്ട് കാര്യമില്ല. സംഘടനകൾക്ക് ചില പരിമിതികളുണ്ട്. നിയമം കയ്യിലെടുക്കാൻ സംഘടനകൾക്ക് ആർക്കും ആവില്ല. മറിച്ച് ഇതിനകത്ത് സംഘടനകളാണ് ഇതിനെല്ലാം നടപടിയെടുക്കേണ്ടത്. സംഘടനകൾ അത് ചെയ്യണം ഇത് ചെയ്യണമെന്ന് നിഷ്കർഷിക്കുന്നതുകൊണ്ട് കൈ കഴുകി മാറിയിട്ട് കാര്യമില്ല. സംഘടനകളുടെ പരിമിതികൾ നിയമം കയ്യിലെടുക്കാനുള്ള സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും ഈ ലഹരി ഉപയോഗത്തെ പൂർണ്ണമായി തുടച്ചു നീക്കി പ്രകാശമുള്ള നന്മയുള്ള ഒരു സമൂഹമായി നമ്മളെ മാറ്റി തീർക്കാൻ എല്ലാവരും ഒന്നിച്ചു നിൽക്കണം. ഞാനും താങ്കളോട് യോജിക്കുന്നു. അത് ഏത് മേഖലയിലാണെങ്കിലും, മാധ്യമ മേഖലയിലടക്കം എനിക്ക് തർക്കമൊന്നുമില്ല. പക്ഷേ എത്ര ലൊക്കേഷനിൽ ഈ ലഹരി ഉപയോഗത്തിന്റെ പേരിൽ ഒരു പരാതി നിർമ്മാതാക്കൾ ഈ പോലീസിലോ അല്ലെങ്കിൽ എക്സൈസിലോ നൽകിയിട്ടുണ്ട്? നിങ്ങൾ ഏതെങ്കിലും ഒരു സംഘടന, ഏതെങ്കിലും ഒരു വ്യക്തി ഇന്ന സെറ്റിൽ ഇന്ന ലൊക്കേഷനിൽ ഒരു നടനോ ഒരു നടിയോ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെന്നും അവരുടെ ലഹരി പാർട്ടികളിൽ അവർ അംഗമാണെന്നും അവരതിന്റെ ഭാഗമാകുന്നുണ്ട് എന്നും കാണിച്ച് എന്തെങ്കിലും ഒരു പരാതി നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ നാളിതുവരെ? അതിനകത്ത് ഗോപികൃഷ്ണൻ ചോദിച്ച ചോദ്യം ഉത്തരം പറയേണ്ട ചോദ്യം തന്നെയാണ്. പക്ഷേ അതിന് ചില പരിമിതികളുണ്ട്. കാരണം എന്താണ്? ഒരു സിനിമ ഷൂട്ടിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ ആ കുറച്ച് ദിവസം കഴിഞ്ഞ് ഇത്തരം വ്യാപനം ഇവിടെ ഉണ്ട് എന്ന് പ്രൊഡ്യൂസറോ അതിനെ അറിയിക്കാൻ അവർ ചിലപ്പോൾ അവർക്കത് പറ്റില്ല. അവർ നിസ്സഹായരാണ്. കാരണം എന്താണ്? കോടിക്കണക്കിന് രൂപ ഇറക്കി നിൽക്കുന്ന ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ചോളം സഹിച്ച് മുന്നോട്ട് പോകാൻ മാത്രമേ പറ്റൂ. കാരണം ഇവിടെയുള്ള ഇന്ന ആർട്ടിസ്റ്റ് അല്ലെ ഇന്ന ടെക്നീഷ്യൻ ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്ന് അവർ തന്നെ ഒറ്റുകൊടുത്താൽ ആ പ്രോജക്റ്റ് അവിടെ കൊണ്ട് അവസാനിക്കും. കോടിക്കണക്കിന് രൂപ തൻ്റെ ജീവിത സമ്പാദ്യം മുഴുവൻ ഈ പ്രോജക്റ്റിലേക്ക് മുടക്കിയ പ്രൊഡ്യൂസർ സ്വന്തം ആത്മഹത്യാ കുഴി കുത്തില്ല. തൻ്റെ സാമ്പത്തികവും തൻ്റെ പ്രോജക്റ്റും അതോടെ അവസാനിക്കുന്ന ഒരവസ്ഥയിൽ പലരും നിവൃത്തികേട് കൊണ്ട്, അതാണ് സത്യസന്ധമായി ഞാനീ പറയുന്നത്, പലരും നിവൃത്തികേട് കൊണ്ട് ഇങ്ങനെ ഉപയോഗിക്കപ്പെടുന്ന അവസ്ഥയിൽ സഹിച്ചും ക്ഷമിച്ചും പോകുന്നൊരവസ്ഥയാണ്. വേറെ മാർഗമില്ല. തുടക്കത്തിലാണ് ഷൂട്ടിങ്ങിന് തലേ ദിവസമാണെങ്കിൽ പോലും നമുക്ക് വേണമെങ്കിൽ അത് അവസാനിപ്പിക്കാം. പക്ഷേ ഷൂട്ടിംഗ് തുടരുമ്പോൾ ഓരോ ദിവസം ചെല്ലുമ്പോൾ ലക്ഷങ്ങൾ ഈ പ്രോജക്റ്റിലേക്ക് മുടക്കുന്ന ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ചോളം ഇത് നിസ്സഹായനായി പോകും. അത് ഗോപികൃഷ്ണനായാലും ഞാനായാലും മറ്റൊരാളായാലും. കാരണം നമുക്ക് അഭിപ്രായം വെളിയെന്ന് പറയാൻ വളരെ എളുപ്പമാണ്. കൈയടിക്ക് വേണ്ടി എന്ത് അഭിപ്രായം ഇടുന്ന് പറയാം. പക്ഷേ കോടാനുകോടി ഞാൻ പറഞ്ഞല്ലോ മുടക്കുന്ന ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ചോളം അയാളുടെ പ്രോജക്റ്റ് അതോടെ അവസാനിക്കുന്നു. അവർക്കെതിരായി മാറുന്നു. അതുകൊണ്ട് നിസ്സഹായ അവസ്ഥയോടെ ഇത് കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ച് മുന്നോട്ട് പോകാൻ ചില നിർമ്മാതാക്കൾ, എല്ലാ സിനിമ നിർമ്മാതാക്കളുമല്ല, എല്ലാ സെറ്റിലും ഇതില്ല. അത് ഞാൻ പറഞ്ഞേക്കാം. ഇപ്പോൾ വ്യാപനം വളരെ കുറഞ്ഞിട്ടുണ്ട്. കാരണം എന്താണ്? പൊതുസമൂഹം, പത്രമാധ്യമം, ദൃശ്യമാധ്യമങ്ങൾ വളരെ വിമർശനത്തോടു കൂടി ഈ മേഖലയെ സമീപിക്കുന്നതുകൊണ്ട് തന്നെ, ഈ മേഖല വളരെ വിജിലൻ്റായി വളരെയധികം ഫോക്കസ് ചെയ്യപ്പെടുന്നതുകൊണ്ട് തന്നെ വളരെയധികം ഈ മേഖലയ്ക്ക് ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്. അത് നമ്മൾ കാണാതെ പോകരുത്. മറിച്ച് ഇതുപോലെയുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ, ഒറ്റപ്പെട്ടെന്ന് തന്നെ ഞാൻ പറയും, കാരണം ഉണ്ടാവുന്നുണ്ട്. അത് 100% ഇല്ലാതാക്കുന്നൊരവസ്ഥ ഉണ്ടാവണം. പിന്നെ പ്രൊഡ്യൂസർമാർക്ക് ചെയ്യാവുന്നൊരു കാര്യമുണ്ട്. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പരിചിതപ്രജ്ഞരായ പ്രൊഡ്യൂസർമാർ ആരും തന്നെ ഇത്തരം ആൾക്കാരെ വെച്ച് പടം ചെയ്യാറില്ല. കാരണം അവർക്കറിയാം ഇതിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ച്. എന്നാൽ ഫ്രഷായിട്ടുള്ള സീസണൽ പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ ഗസ്റ്റ് പ്രൊഡ്യൂസേഴ്സ് ആരെങ്കിലും ചാട്ട കയറ്റി അല്ലെങ്കിൽ കൊണ്ടുവന്ന് ഇങ്ങനൊരു പ്രോജക്റ്റിലേക്ക് അവരെ വലിച്ചിഴിച്ച് കൊണ്ടുവന്ന് അവരതിൽ പെട്ട് കഴിയുമ്പോൾ, അവരൊരു പ്രോജക്റ്റുമായി വരുമ്പോൾ ഇങ്ങനൊരു സിനിമ നിങ്ങൾക്ക് നിർമ്മിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറയാൻ ഒരു സംഘടനയ്ക്കും അവകാശമില്ല. കാരണം സാമ്പത്തിക സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഭരണഘടന എനിക്കും ഗോപികൃഷ്ണനും എല്ലാവർക്കും ഒരേ തുല്യമായി നൽകുന്ന, ഇക്വാളിറ്റി നൽകുന്ന ഒരു ഭരണഘടനയുള്ള രാജ്യത്ത്, എക്കണോമിക് ഫ്രീഡം ഒരുപോലെയുള്ള രാജ്യത്ത് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പാടില്ല, ഇന്നയാളെ വെച്ചെന്ന് പറയാനുള്ള അവകാശം ഒരു സംഘടനയ്ക്കും ഇല്ലാത്തൊരവസ്ഥയിൽ ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്താണ് വേണ്ടത്? ബോധവൽക്കരണമാണ്. ഇത്തരം ആൾക്കാരെ വെച്ച് ആരൊക്കെയാണ് ഇത്തരം പ്രശ്നക്കാർ, അത്തരം ആൾക്കാരെ വെച്ച് പ്രോജക്റ്റുകളായി മുന്നോട്ട് പോകാതിരിക്കാനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത്. എങ്കിൽ മാത്രമേ ഇതിന് ശാശ്വത പരിഹാരമാകൂ. ശ്രീ സജി നന്ദിയാട്ട്, ഇപ്പൊ കയ്യടിക്ക് വേണ്ടി അഭിപ്രായം പറയേണ്ടുന്ന ഒരു വേദിയെ അല്ല ഒരു ടെലിവിഷൻ
ഇതുപോലെ ഒരു ടെലിവിഷൻ ചർച്ച നമുക്കറിയാം. കാരണം വളരെ അതിരൂക്ഷമായ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, സിനിമാ മേഖലയിലാണെങ്കിലും ഏത് മേഖലയിലാണെങ്കിലും അതിൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടി ഇടപെടാനുള്ള ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. എനിക്കുമുണ്ട്, താങ്കൾക്കുണ്ട്, താങ്കൾ പ്രദാനം ചെയ്യുന്ന സംഘടനയ്ക്കുണ്ട്. പക്ഷേ ഒരു കാര്യത്തിൽ ഞാൻ താങ്കളെ അഭിനന്ദിക്കുന്നു. താങ്കൾ ആത്മാർത്ഥമായി ഒരു കാര്യം സത്യസന്ധമായി താങ്കൾ പറഞ്ഞു. അത് നിസ്സഹായരായി നോക്കി നിൽക്കാനേ നിർമ്മാതാക്കൾക്ക് ചില സന്ദർഭത്തിൽ കഴിയുള്ളൂ. കാരണം കോടികൾ മുടക്കിയുള്ള ഒരു കച്ചവടത്തിൽ, ഒരു വ്യവസായത്തിൽ ഇറങ്ങുമ്പോൾ അതിൽ നഷ്ടം തട്ടാതെ നോക്കാൻ അവർ പരമാവധി വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകും. അത് വളരെ സത്യസന്ധമായ ഒരു അഭിപ്രായ പ്രകടനമായി തന്നെ ഞാൻ എടുക്കുന്നു.